യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഏറെ പരാജയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴെങ്കിലും ഈ പരാജയങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളായി നാം വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ പരാജയത്തിന് കാരണം ദൈവമാണെന്നും ദൈവത്താലാണ് നാം പരീക്ഷിക്കപ്പെടുന്നതെന്നും ഒരിക്കലും പറയരുതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുയരാവുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്നത്? അവയ്ക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമുക്കായി വചനം പങ്കുവെച്ച് നൽകുന്നത് കാരീസ് ഭവൻ ഡയറക്ടറായ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അദ്ദേഹം മരം മുറിക്കുന്നതിനിടയ്ക്ക് മെഷീനത്തിനിടയിൽപ്പെട്ട് കഷ്ണം തെറിച്ചു പോയി മെഷീനത്തിനിടയിൽപ്പെട്ട് 3 വിരലുകൾക്ക് മുറിവേറ്റു. അതിലൊരു വിരലിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഡോക്ടർ തുന്നിച്ചേർത്തപ്പോൾ പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ വിവരം പറയാമെന്നാണ്. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ മുറിവെല്ലാം ഉണങ്ങിയെന്ന്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് പുതുവലി ഗവൺമെൻറ് സ്കൂളിലാണ്. അവിടെ 100% വിജയം ലഭിക്കുമെന്ന് ഞാൻ സാക്ഷ്യം പറയാൻ നേർന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സാക്ഷ്യം പറയാൻ നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 10 വർഷമായിട്ട് 100% വിജയം ലഭിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മകൾ അന്നു എന്ന മകൾക്ക് MOH പരീക്ഷ പാസ്സാവുകയാണ് സാക്ഷ്യം പറയാൻ നേർന്നു. യേശു നന്ദി, യേശു സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം, വചനത്തിൽ വളരുവാനുള്ള ഒരു പരിശ്രമം നടത്തുകയും ചെയ്യാം. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം, നമ്മുടെ പരാജയത്തിന് കാരണം ദൈവമല്ല, അതിൻ്റെ കാരണം നമ്മളിൽ തന്നെയാണ് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒരുപാട് വ്യക്തികൾ ഇതറിയില്ലാത്തത് കൊണ്ട് അകാരണമായിട്ട് ദൈവത്തെ പഴിക്കുന്നവർ, ദൈവത്തെ ശപിക്കുന്നവർ, ദൈവത്തെ വിട്ടുപോകുന്നവരൊക്കെയുണ്ട്. ഒരു വചനം ഞാൻ വായിക്കാം. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 13-ാമത്തെ വചനം. യാക്കോബ് 1:13 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. വളരെ വ്യക്തമായിട്ട് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് പറയരുത്. നമ്മൾ പരാജയപ്പെടുമ്പോൾ ദൈവം മൂലമാണ് പരാജയപ്പെട്ടത് എന്ന് പറയരുത്. ഒരു കുടുംബനാഥ അവരുടെ മനസ്സിൻ്റെ നൊമ്പരം പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. അവർ പറഞ്ഞത്, ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും, ഞങ്ങൾ 4 പേര് വീട്ടിലുള്ളൂ.
ഞങ്ങൾ 4 പേരും ഇച്ചിരി ഷോർട്ടാണെന്ന് പറഞ്ഞ് പൊക്കം കുറവാണ്. ഞങ്ങൾ 4 പേരും. ഇനി മക്കളിൽ ഒരാളുടെ ഒരു തമ്മിൽ ഒരുപാട് ഫൈറ്റ് ചെയ്യും, വഴക്കുണ്ടാക്കും. അതുപോലെ തന്നെ മക്കളിൽ ഒരാൾ കൂടെ കൂടെ പറയുന്ന ഒരു കാര്യം, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് എനിക്ക് കുറച്ചുകൂടി ഹൈറ്റ് തന്നുകൂടാ, കുറച്ചുകൂടി ഉയരം തന്നുകൂടാത്തത് എന്തുകൊണ്ടാണ്? അപ്പം അതുകൊണ്ട് ദൈവമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, അങ്ങനെയെല്ലാം പറയുന്നത് പല പ്രാവശ്യം ഈ അമ്മ കേട്ടിട്ടുണ്ട്. ഇനി അവരുടെ കുടുംബത്തെ അവസ്ഥ രൂക്ഷമായി, അവരുടെ സഹനങ്ങൾ രൂക്ഷമായി കഴിഞ്ഞപ്പോൾ ഈ അമ്മ തന്നെ പറയുകയാണ്, എനിക്കിപ്പം മരിച്ചാലോ എന്നുള്ള ചിന്ത വരെ വരികയാണ്. ആത്മഹത്യാ ചിന്ത അവരെ ഇങ്ങനെ കൂടെ കൂടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവർ, ഒരു വ്യക്തിയുടെ പാപം മറ്റൊരു വ്യക്തിയെപ്പോലും പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഇവിടെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ ഒരു കാരണവശാലും ദൈവത്തെ പഴിക്കരുത്, പകരം ദൈവത്തെ പ്രണയിക്കണം. ദൈവത്തെ പ്രണയിക്കാൻ സാധിക്കുന്നവർക്ക് ദൈവത്തെ പഴിക്കാൻ പറ്റില്ല. ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദൈവത്തെ പ്രണയിക്കാത്തത് കൊണ്ടുമാണ് നമ്മൾ നമ്മുടെ കണക്കൂട്ടലുകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തെ പഴിക്കാൻ മുതിരുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 39:17 മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് നിൻ്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്. യഥാകാലം അതിൻ്റെ അർത്ഥം നിനക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യം നടക്കാതെ വന്നെങ്കിൽ, നമ്മൾ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടൊരു കാര്യം നിറവേറാതെ പോയെങ്കിൽ അതിൻ്റെ പേരിൽ ദൈവത്തെ പഴിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ നന്മ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തെ പ്രണയിക്കാൻ നമുക്ക് പറ്റാതെ പോയതുകൊണ്ടാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സങ്കീർത്തനം വായിച്ചാൽ 77:10 വചനം പറയുന്നൊരു കാര്യം, നിൻ്റെ ദുഃഖ കാരണം ദൈവമല്ല, ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതിൻ്റെ കാരണം നിന്നിൽ തന്നെയാണ്, ദൈവത്തിലല്ല. അപ്പം അതുകൊണ്ട് നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ, തെറ്റുതിരുത്താൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകും. അപ്പോൾ നമ്മുടെ ദുഃഖം മാറും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുന്ന അനുഭവമുണ്ടാവും. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തതയോടുകൂടി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇനി ഈ ദൈവത്തെ പഴിക്കുന്നതിന് പകരം ദൈവത്തെ പ്രണയിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിലും ആ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തെ പ്രണയിക്കാൻ ഒരു 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തെ പ്രണയിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥന ഇഷ്ടപ്പെടണം. വ്യക്തിപരമായ പ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ എന്തുമാത്രം സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നോ അതനുസരിച്ച് ദൈവവുമായിട്ട് ഒരു പ്രണയബന്ധം നമുക്കുണ്ടാവും. നിസ്സാരം നമ്മൾ പ്രേമിക്കുന്നവരുടെ കാര്യം നോക്കിയാൽ മതി. ഇന്ന് നമ്മളെതിലേ യാത്ര ചെയ്ത് പോയാലും ഇഷ്ടംപോലെ ആളുകളെ കാണാൻ പറ്റും. സെൽഫോൺ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ആ സെൽഫോൺ ഓവറായിട്ട് ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ. ഇനി ചിലർ വേണേൽ ജോലിക്ക് പോകുമ്പോഴാണേലും, ജോലി കഴിഞ്ഞ് വരുമ്പോഴാണേലും, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണേലും, ട്രെയിനിലിരിക്കുമ്പോഴാണേലും ഒക്കെ അവർ ആ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വികാരത്തോടെ സംസാരിക്കുന്ന വ്യക്തികൾ. അപ്പം അതിനിടയ്ക്ക് ചിരിക്കുന്നവരും അതുപോലെ തന്നെ വികാരം പ്രകടിപ്പിക്കുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തെ ശരിക്കും നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആ ദൈവത്തെ നമ്മൾ പ്രണയിക്കുകയാണെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം
ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ പ്രകടമാകും എന്നുള്ളതിനൊരു സംശയവും വേണ്ട. പലപ്പോഴും നമ്മുടെ തന്നെ അനുഭവമായിരിക്കാം, ഒരല്പസമയം കിട്ടിയാൽ പെട്ടെന്ന് നമ്മൾ ഫോൺ എടുക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന പ്രേമിക്കുന്ന വ്യക്തിയെ ഒന്ന് വിളിക്കാൻ, അവരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും മനസ്സ് കാണിക്കും. എങ്കിൽ ദൈവത്തെ പ്രണയിക്കുന്ന വ്യക്തികൾ എപ്പോൾ അവർക്ക് സമയം കിട്ടിയാലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിരിക്കാം, പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും അതിലേക്ക് അവർ പോകും. പ്രാർത്ഥനയെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ദൈവത്തെ പ്രണയിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, നമുക്കൊരു വ്യക്തിയെ പ്രണയിക്കാൻ പറ്റുന്നത് ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞ്, ഒരുപക്ഷെ അവരുടെ നന്മകൾ, കുറവുകൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടമാകുന്നു. അങ്ങനെയാണ് പലരും ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് പ്രണയബന്ധത്തിലാകുന്നത്. ദൈവത്തെ അറിഞ്ഞാലേ ദൈവത്തെ പ്രേമിക്കാൻ പറ്റും. ഈ ദൈവത്തെ പ്രണയിക്കാൻ ദൈവവുമായി ഒരു സ്നേഹബന്ധം പണിതുയർത്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്താൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സ്നേഹിതരെന്നാണ്. യു ആർ മൈ ഫ്രണ്ട്, നീ എൻ്റെ സുഹൃത്താണ്. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളാരും നല്ലൊരു സുഹൃത്തില്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. ചില ഞാൻ കണ്ടിട്ടുണ്ട്, കൂട്ടുകാർക്ക് ഒരുപാട് വ്യക്തികൾ ഇതുപോലെ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട്, എനിക്കാരും ഇല്ല എന്നും പറഞ്ഞ് വിഷമിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളാരും നല്ലൊരു സുഹൃത്തില്ലാതെ കഴിയേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുക. കണ്ണടച്ച് വിശ്വസിച്ച് മനസ്സുറപ്പിച്ച് നമുക്ക് പ്രണയിക്കാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ യേശു ക്രിസ്തു. ആ യേശുവിനെ നമ്മൾ അറിയണം. അറിയുമ്പോഴാണ് അവനുമായിട്ട് ഒരു പ്രണയബന്ധം നമുക്കുണ്ടാവുക. മൂന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ വചനത്തെ പ്രണയിക്കാൻ പറ്റുന്നവർക്കാണ് ദൈവത്തെ പ്രണയിക്കാൻ പറ്റുക. വചനവുമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം, അതാ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വചനം വായിച്ചാൽ കാണാൻ സാധിക്കും. കർത്താവിൻ്റെ വചനത്തോട് തീവ്രമായൊരു അഭിനിവേശം, കർത്താവിൻ്റെ വചനത്തോട് അതിയായ ഒരാഗ്രഹം അത് നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ ഒരാഗ്രഹം നമുക്കുണ്ടായാൽ ഒരു ദിവസം പോലും നമ്മൾ വചനം വായിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു അഭിനിവേശം നമുക്ക് വന്നു കഴിഞ്ഞാൽ ദൈവവുമായി ദൈവവചനത്തിലൂടെ ഒരു പ്രണയബന്ധം നമുക്ക് പണിതുയർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ കുർബാനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം. വിശുദ്ധ കുർബാനയെ പ്രണയിക്കാൻ പറ്റുന്നവർക്ക് ദൈവത്തെ പ്രണയിക്കാൻ എളുപ്പമായിരിക്കും. വിശുദ്ധ കുർബാനയെ പ്രണയിച്ച വ്യക്തികളെക്കുറിച്ച് സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 16-ാം നൂറ്റാണ്ടിലെ അമ്മ ത്രേസ്യായിക്ക് വിശുദ്ധ കുർബാനയോട് ഭ്രാന്ത് പിടിച്ചതുപോലത്തെ സ്നേഹമായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യായിക്ക് വിശുദ്ധ കുർബാനയോട് അതിഭയങ്കരമായ സ്നേഹം. അവരുടെ ജീവിതം ഒരു വിശുദ്ധ കുർബാനയിൽ നിന്ന് അടുത്ത വിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പ്രണയിക്കാൻ പറ്റുന്നവർക്ക് ദൈവവുമായിട്ട് ഒരു പ്രണയബന്ധമുണ്ടാകും എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ദൈവത്തോട് വിശ്വസ്തത. ദൈവവുമായി ഒരു പ്രണയബന്ധം പണിതുയർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുക. നമുക്ക് കാണാൻ സാധിക്കും, ദമ്പതികളാണേലും പ്രേമക്കാരാണേലും അവരുടെ എല്ലാം ഇടയിൽ ഒത്തിരിയേറെ വിലമതിക്കുന്ന ഒന്നാണ്, പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒന്നാണ് പരസ്പരം വിശ്വസ്തത പുലർത്തുക എന്നുള്ളത്. നമ്മൾ കാണുന്നുണ്ട്, ജെറമിയായുടെ പുസ്തകം അതിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം വായിച്ചാൽ, ജെറമിയ 31-ന്റെ 3-ാമത്തെ വചനം പറയുന്നത്, ഇസ്രായേൽ ഭവനമേ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അചഞ്ചലമാണ്, നിങ്ങളോടുള്ള വിശ്വസ്തത അതൊരിക്കലും അവസാനിക്കുന്നില്ല. നിരന്തരമായ സ്നേഹം, നിരന്തരമായ വിശ്വസ്തത നമ്മളോട് കാണിക്കുന്ന ദൈവം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും ദൈവം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്, നിരന്തരമായ സ്നേഹവും നിരന്തരമായ വിശ്വസ്തതയും. അവിശ്വസ്തത കാണിക്കുന്നവർക്ക്
ഈ പ്രണയബന്ധം ദൈവവുമായിട്ട് തുടരാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിജയമുണ്ടാകാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കാര്യങ്ങളുമായിട്ട്, നമ്മളിപ്പോൾ കണ്ട ഈ 5 കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരു പ്രണയബന്ധം ഉണ്ടാവുക എന്നുള്ളത്. അടുത്തതായിട്ട്, ജീവിതത്തിൽ വിജയമുണ്ടാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കാൻ പഠിക്കണം. ഇന്ന് മനുഷ്യരെ വിടാതെ, ഒരുപക്ഷെ ദൈവം ആവശ്യപ്പെട്ടിട്ട് പോലും ചില വ്യക്തികളിൽ നിന്നും വിട്ടു നിൽക്കാതിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിത വിജയം കരസ്ഥമാക്കാൻ പലർക്കും പറ്റാതെ പോകുന്നത്. മനുഷ്യരെ വിട്ട് ദൈവത്തെ പിടിക്കാൻ പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം എന്നുള്ളത് രുചിക്കേണ്ടി വരില്ല. ആണ് പ്രിയപ്പെട്ടവർ, എത്രമാത്രം നമുക്ക് മനുഷ്യരെക്കാൾ ദൈവത്തെ മാനിക്കാൻ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ, അതനുസരിച്ച് ദൈവം നമ്മളെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആ വലിയ അനുഭവം ഉണ്ടാവും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും പലരും പ്രയത്നിക്കാറുള്ളത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതം നീ ക്രമപ്പെടുത്തുക. ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തുന്നതിനേക്കാളും ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഗം വന്നാലും നമുക്കതൊരു പ്രശ്നമാകില്ല. ഇനി ജീവിത സാഹചര്യത്തെ ക്രമപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, ധ്യാനിക്കാൻ പോകുന്നത് എങ്കിൽ, അവരുടെ ജീവിതത്തിൽ അത് നിറവേറാതെ വന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് പോലും അത് ഉലച്ചിൽ തട്ടും. നമുക്ക് കാണാൻ സാധിക്കും, ഹബക്കുക്ക് പ്രവാചകൻ 3-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ പ്രവാചകൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അത്തിവൃക്ഷം പൂത്താലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. മുന്തിരിച്ചെടിയിൽ ഫലമുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആശ്രയിക്കും. കന്നുകാലിത്തൊഴുത്തിൽ കന്നുകാലികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ആശ്രയത്വം കർത്താവിലാണ്, മനുഷ്യരിലല്ല. അപ്പം അതുകൊണ്ട് നഷ്ടങ്ങളുടെ മുമ്പിലും പരാജയങ്ങളുടെ മുമ്പിലും ആനന്ദത്തോടെ മുമ്പോട്ട് പോകാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രവാചകൻ. അത് ജോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും നഷ്ടങ്ങളുടെ കണക്കുകൾ ഒരു വശത്ത്, പക്ഷെ അവൻ പറയുകയാണ്, അത്യുന്നതനായ ദൈവമാണ് എനിക്ക് വിലപ്പെട്ട സ്വർണവും വെള്ളിയും, അതുകൊണ്ട് അത്യുന്നതനിൽ ഞാൻ ആനന്ദിക്കും. മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കാൻ പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, 4-ാമത്തെ കാര്യം ഇതാണ്. നമുക്ക് മനുഷ്യരുടെ പ്രവൃത്തികളെക്കാൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റണം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം വായിച്ചാൽ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായെ അബിമേലെക്ക് തട്ടിക്കൊണ്ടുപോയെങ്കിലും അവൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവളെ തിരിച്ച് അബ്രാഹത്തെ ഏൽപ്പിക്കാൻ ദൈവം പ്രവർത്തിച്ചു. ഒരു സ്വപ്നത്തിലൂടെ അബിമേലെക്കിനോട് ദൈവം സംസാരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൻ സാറായെ അബ്രാഹത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവൻ്റെ ആശീർവാദം വാങ്ങി തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29 മുതലുള്ള വചനം വായിച്ചാൽ അത്യത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും അധ്യായങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ജോഷുവ 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. സന്നക്കെരിബിനെ കുറിച്ച് അവനെതിരായിട്ട് എസെക്കിയായ്ക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചത് 2 ദിനവൃത്താന്തം 32-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മക്കബേയൂസിന് വേണ്ടി കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചത് അത് 2 മക്കബായർ 10-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി അത്യത്ഭുതകരമായി പ്രവർത്തിക്കുന്നതും മനുഷ്യരുടെ പ്രവർത്തനങ്ങളെക്കാൾ ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യരെ വിജയത്തിലേക്ക് നയിച്ചതുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യത്തോടെ നമുക്കിപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് വരാം. കർത്താവിനോട് പ്രാർത്ഥിച്ച് ഈ ഒരു അഭിഷേകം ഏറ്റെടുത്ത് ജീവിത വിജയം വരിക്കുവാനുള്ള
ആ ഒരു അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ശേഷിച്ച സമയം ചിലവഴിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ഏതാനും നിമിഷങ്ങൾ നമ്മൾ ചിലവഴിക്കുകയാണ്. നമ്മളിന്ന് വചനത്തിലൂടെ മനസ്സിലാക്കി, ഒരു വശം നോക്കിയാൽ ദൈവത്തെ പഴിക്കുന്നവരെ കാണാൻ പറ്റും, മറുവശത്തോട് നോക്കിയാൽ ദൈവവുമായി പ്രണയത്തിലായിരിക്കുന്നവരെ കാണാൻ പറ്റും. നമ്മൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ പെടേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതൊരു ബോധ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടവരാണ്. പരാതി പറയാനാണെങ്കിൽ നമുക്കെപ്പോഴും കാണും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തെ പഠിക്കുന്നവർ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലുണ്ടായ ദുഃഖത്തിന്, ദുരിതത്തിന്, പരാജയത്തിന്, തകർച്ചകൾക്കെല്ലാം കാരണം ദൈവമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. വചനത്തിലൂടെ നമ്മൾ കണ്ടു, ദൈവമല്ല അതിന് ഉത്തരവാദി. നമ്മൾ എത്തേണ്ടടുത്ത് എത്താത്തത് കൊണ്ടും നമ്മൾ ജീവിതത്തെ എടുക്കേണ്ടതുപോലെ എടുക്കാതിരിക്കുന്നത് കൊണ്ടുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത്. നിൻ്റെ പരാജയ കാരണം നിൻ്റെ ദൈവമാണെന്ന് നീ ഒരിക്കലും പറയരുതേ എന്ന് ദൈവം നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. പകരം ദൈവത്തെ പ്രണയിക്കാൻ നമുക്ക് പറ്റണം. ശരിക്കും നമുക്ക് കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ നിൽക്കാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ആ ദൈവവുമായിട്ട് നമുക്കൊരു പ്രണയബന്ധമുണ്ടാകണം. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ സഹനത്തിലൂടെ കർത്താവ് നമ്മളെ നയിക്കുമ്പോഴും നമുക്കറിയാം ഒരു നന്മയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നു. വെട്ടിയൊരുക്കുന്ന അനുഭവത്തിലൂടെ നമ്മളെ നയിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും നമ്മളെ വളർത്താൻ കർത്താവ് ഈ വഴിയെ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 2:5 വചനം വായിക്കുമ്പോൾ, അഗ്നിയിൽ സ്വർണവും വെള്ളിയും ശുദ്ധീകരിക്കപ്പെടുന്നു, അതുപോലെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ ദൈവമക്കൾ. അപ്പം അതുകൊണ്ട് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൂടെ പോകേണ്ട കാര്യം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എന്നെ വളർത്താൻ, എന്നെ വിശുദ്ധീകരിക്കാൻ ഇതുപോലൊരു പാതയിലൂടെ, സഹനത്തിൻ്റെ പാതയിലൂടെ, വെട്ടിയൊരുക്കുന്ന അനുഭവത്തിലൂടെ കർത്താവ് എന്നെ കൊണ്ടു നടക്കുന്നതാണ്. ഒരു നിമിഷം ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമുക്കൊന്ന് കൊണ്ടുവരാം. സഹനങ്ങളില്ലാത്തൊരു ജീവിതമല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സഹനത്തിൻ്റെ മധ്യത്തിലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാധ്യാത്മികത, ദൈവവുമായിട്ടുള്ള ഒരു പ്രണയബന്ധം, അതിനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതിന് ഒരവസരം മുമ്പോട്ട് വെച്ച് വരിക. നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം, പ്രണയത്തിലാകാം എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്ന യേശുവിനെയാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണേണ്ടത്. ആ ദൈവത്തെ കണ്ടുകൊണ്ട്, യേശുവിനെ കണ്ടുകൊണ്ട്, ഏറ്റവും നല്ലൊരു സുഹൃത്തായി ആ യേശുവിനെ ഏറ്റെടുത്തുകൊണ്ട് നമുക്കിപ്പോൾ അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയമുയർത്തി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളുടെ മനമുയർത്തി ഞങ്ങളങ്ങേ വിളിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിച്ചും മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങുമായൊരു പ്രണയബന്ധം പണിതുയർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വരം ശ്രവിച്ചും അങ്ങുമായി സംഭാഷണം നടത്തിയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഒന്നുയർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കൈകൾ കൂപ്പാം. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആദരവോടെ നമുക്ക് നിൽക്കാം. ദൈവത്തെ ആദരിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവാനുഗ്രഹം ഏറ്റെടുക്കും.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ എന്തുമാകട്ടെ, ഏത് പ്രശ്നത്തിനും പരിഹാരം യേശുക്രിസ്തു. അവനോട് നിലവിളിച്ചാൽ ആ നിലവിളിക്ക് അവൻ ഉത്തരം നൽകിയിരിക്കും. നിനക്ക് ജ്ഞാനം കുറവാണോ? പ്രാർത്ഥിച്ചാൽ കിട്ടും. യാക്കോബ് 1:5. നിനക്ക് രോഗമാണോ? പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം ലഭിക്കും. പ്രഭാഷകൻ 38:9. കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് തിരിയാം. നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ വ്യക്തികൾ, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട വ്യക്തികൾ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ സമൂഹത്തിൻ്റെ മേൽ അവിടുത്തെ കരമുയർത്തണമേ. ആശീർവദിക്കുന്ന, അനുഗ്രഹിക്കുന്ന, സുഖപ്പെടുത്തുന്ന, താങ്ങി നിർത്തുന്ന, സഹായിക്കുന്ന അവിടുത്തെ വലതുകരം, ആ കരം നീട്ടി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിൽ കർത്താവേ, ഈ മക്കളുടെ മേൽ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് അറിയുന്നവനാണ്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങേക്ക് ഇവരെ സഹായിക്കുവാൻ പറ്റും. കർത്താവേ, ഇതാ കണ്ണീരോടെ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, വിശ്വാസത്തോടെ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് കർത്താവെ അവിടുത്തെ ശക്തി അയക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ദരിദ്രർക്ക് കർത്താവെ അവിടുന്ന് സഹായം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കൾക്കെല്ലാം വേണ്ടത് കൊടുത്ത് അവിടുന്ന് ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കെട്ടുകളഴിച്ച് നിങ്ങൾക്ക് സൗഖ്യവും വിശുദ്ധീകരണവും അഭിഷേകവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യ